ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ വെർഗോന് വേണ്ടിയിട്ട് മന്ത്ലി ഏപ്രിൽ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. വീഡിയോസിൽ ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജീനെ ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് ഫ്യൂച്ചറിൽ വീഡിയോസ് നിങ്ങൾക്ക് റെസൊനേറ്റ് ആവാൻ തുടങ്ങുക. അപ്പോൾ ഈ പ്രോസസ്സ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് നിങ്ങൾക്കൊരു പേഴ്സണലായിട്ട് റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം. അത് നിങ്ങളുടെ സിറ്റുവേഷൻ്റെ മുകളിലാണ്, നിങ്ങളുടെ എനർജീനെ ടാപ്പ് ചെയ്തിട്ടാണ്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതല്ലാണ്ട് ഇൻസ്റ്റഗ്രാമിലും ഞാൻ കുറേ ആക്റ്റീവാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ അവിടെയും ഫോളോ ചെയ്യാം. അവിടെ വേറെ തരത്തിലാണ് ഞാൻ കണ്ടൻറ്റ് ഇടാറ്, വേറെ തരത്തിലാണ് വീഡിയോസ് ഇടാറ്. അപ്പോൾ അവിടെ എന്നെ ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് അവിടെ എക്സ്ട്രാ മെസ്സേജസ് കിട്ടും. അതല്ലാണ്ട് നിങ്ങൾക്ക് എന്നെ അവിടെയും കോൺടാക്റ്റ് ചെയ്യാം പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയിട്ട്. എൻ്റെ ചാനലിൻ്റെ മെമ്പർഷിപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ എന്നെ ആ ലിങ്കിനെ ക്ലിക്ക് ചെയ്തിട്ട് എൻ്റെ ചാനലിൻ്റെ മെമ്പർ ആവാം. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. മന്ത്ലി ഏപ്രിലിൻ്റെ എന്താണ് മെസ്സേജസ് വരാൻ പോകണമെന്ന് നമ്മൾക്ക് റീഡിങ്ങിൽ കാണാം. അപ്പോൾ വെർഗോ, നിങ്ങളുടെ ഓവറോൾ എനർജി ഏപ്രിൽ മാസത്തിൻ്റെ എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജിയാണ് 5 ഓഫ് പെൻറ്റക്കിൾസ്. നിങ്ങളുടെ പാസ്റ്റിലുള്ള എനർജി ആണ് 7 ഓഫ് പെൻറ്റക്കിൾസ്. നിങ്ങളുടെ കറണ്ട് ഏപ്രിൽ മാസത്തിൻ്റെ എനർജി 3 ഓഫ് പെൻറ്റക്കിൾസ്. നിങ്ങളുടെ ഫ്യൂച്ചറിൽ വരാൻ പോണ എനർജി 8 ഓഫ് കപ്സ്. ഏറ്റവും വലിയ ചാലഞ്ച് സ്റ്റാർ. അഡ്വൈസ് നിങ്ങൾക്ക് കിങ് ഓഫ് സ്വോർഡ്സ്. ഹിഡൻ ഫാക്ടറിൽ നിങ്ങൾക്ക് 3 ഓഫ് സ്വോർഡ്സ്. ഔട്ട്കം നിങ്ങളുടെ ഈ കാർഡ്. അപ്പോൾ വെർഗോ, ഇവിടെ ഞാൻ കാണുന്നത് 5 ഓഫ് പെൻറ്റക്കിൾസ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. 5 ഓഫ് പെൻറ്റക്കിൾസ് ഒരു ലോസിൻ്റെ എനർജിയാണ്. ഇത് ഫിനാൻഷ്യൽ ലോസ് ആയിരിക്കാം, പൈസയുടെ കാര്യത്തിൽ ലോസ് ആയിരിക്കാം, അതല്ല വെച്ചാൽ സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്ത എനർജി ആവാം. ഇതൊരു റിലേഷൻഷിപ്പിൽ ഒരു റിജക്ഷനും ആവാം. അപ്പോൾ നിങ്ങൾ ഏപ്രിൽ മാസത്തിൽ കുറച്ച് സൂക്ഷിക്കേണ്ട ആവശ്യമുണ്ട്. എന്ന് വെച്ചാൽ ഇത് ഒരു ലോ സെൽഫ് കോൺഫിഡൻസ് ആണ് വെച്ചാൽ നിങ്ങൾക്ക് ചില കാര്യത്തിലൊരു ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടാവാൻ വഴിയുണ്ട്. ക്വീൻ ഓഫ് സോഡ്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ ക്വീൻ ഓഫ് സോഡ്സ് ഒരു ഡിവോഴ്സ്ഡ് പേഴ്സൻ്റെ എനർജി ആവാം. കിങ് ഓഫ് പെൻറ്റക്കിൾസ് ഉണ്ട്. അപ്പോൾ 2 ആൾക്കാർ ഉണ്ട് ഇവിടെ, ക്വീൻ ഓഫ് സോഡ്സ്, കിങ് ഓഫ് പെൻറ്റക്കിൾസ്. ഇത് ഞാൻ പറഞ്ഞ മാതിരി ജോലിയുടെ കാര്യത്തിലാവാം. നിങ്ങൾക്ക് ചില കാര്യങ്ങൾ മനസ്സിലാവണു. ആൻഡ് ഇത് കുറച്ച് ഷോക്കിംഗ് ആയിരിക്കാം നിങ്ങൾക്ക്. എന്നുവെച്ചാൽ നിങ്ങളുടെ കമ്പനി, നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്ക് അതുമാതിരി റിവാർഡ്സ് കിട്ടണില്ല. നിങ്ങൾക്ക് ഒരു പ്രൊമോഷൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു വെച്ചാൽ അത് ചിലപ്പോൾ മിസ്സായി പോവും. അതല്ല വെച്ചാൽ എന്തോ ഒരു സെറ്റ് ബാക്ക് ഇല്ല വെച്ചാൽ ഫിനാൻഷ്യൽ ലോസ് ഞാനിവിടെ കാണുന്നുണ്ട്. നിങ്ങളുടെ ബിസിനസ്സിൻ്റെ കാര്യത്തിലുമായിരിക്കാം. അപ്പോൾ നിങ്ങൾ കുറേ ടഫ് ഡിസിഷൻസ് ആണ് എടുക്കണേ പൈസയുടെ കാര്യത്തിൽ ഈ മാസം. ഇതൊരു റിലേഷൻഷിപ്പാണ് വെച്ചാൽ നിങ്ങളുടെയും ഏതോ ഒരു പേഴ്സൻ്റെ ഇടയ്ക്ക് ഒരു വഴക്ക് ഞാൻ കാണുന്നുണ്ട്. ആൻഡ് നിങ്ങൾക്ക് ഉള്ള ഫീലിംഗ് എന്താ വെച്ചാൽ ഈ പേഴ്സൺ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യണില്ല. നിങ്ങളെ ഒരു റിലേഷൻഷിപ്പിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ കുറേ ഡിസ്സാറ്റിസ്ഫൈഡ് ആണ്, ഒരു ഡിസപ്പോയിൻമെൻ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത് ഇവിടെ. അപ്പോൾ നിങ്ങളുടെ പാസ്റ്റ് എനർജിയിൽ 7 ഓഫ് പെൻറ്റക്കിൾസ്, ഇത് ഒരു എന്തോ ഒരു എക്സ്പെക്റ്റേഷൻ്റെ എനർജിയാണ്. നിങ്ങൾക്ക് എന്തോ ഒരു കാര്യത്തിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യായിരുന്നു, ഒരു ജോലിയുടെ കാര്യത്തിൽ, അതല്ല വെച്ചാൽ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ. ഇവിടെ റിലേഷൻഷിപ്പാണ് കാണുന്നത്. നിങ്ങളൊരു പോസിറ്റീവ് ന്യൂസിന് വേണ്ടിയിട്ടായിരുന്നു വെയിറ്റ് ചെയ്യണ്ടായിരുന്നെ പാസ്റ്റിൽ. പക്ഷെ അത് വരാൻ വേണ്ടിയിട്ട് കുറേ സമയമെടുത്തു. ഏതോ ഒരു നിങ്ങളുടെ ജോലി അല്ല വെച്ചാൽ റിലേഷൻഷിപ്പിൽ കുറേ എഫേർട്ട് ഇട്ടുണ്ടായിരുന്നു, കുറേ ഹാർഡ് വർക്ക് ഞാനിവിടെ കാണുന്നുണ്ട്. എസ്പെഷ്യലി ജോലിയുടെ കാര്യത്തിലാണ് വെച്ചാൽ നിങ്ങൾ കുറേ ശ്രമിച്ചു, കുറേ ഹാർഡ് വർക്ക് ചെയ്തു. പക്ഷേ അതുപോലെ ആ പോസിറ്റീവ് ന്യൂസ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യണ പോലെ ആ ന്യൂസ് വന്നില്ല. ഇവിടെ നിങ്ങൾ ഒരു പേഴ്സൻ്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ഒരു എഫെക്ഷൻ ഇല്ല വെച്ചാൽ കമ്മിറ്റ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു വെച്ചാൽ അതിലെന്തോ ഒരു ഡിലേ, ഒരു ബ്ലോക്കാണ് ഞാൻ കാണുന്നത്. ഏപ്രിൽ മാസത്തിൽ 3 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പോൾ ഈ 3 ഓഫ് പെൻറ്റക്കിൾസ് എന്താണ് ഇവിടെ?
6 of Pentacles, 9 of Cups. അപ്പോൾ 6 of Pentacles, 9 of Cups ഇവിടെ ഞാൻ കാണുന്നത് ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്. 6 of Pentacles ഒരു ഇംബാലൻസ് ആണ്. അപ്പോൾ അഗൈൻ നിങ്ങൾ ഇടണ എഫേർട്ട് ഇടണ ഏരിയയിൽ, നിങ്ങളെ എഫേർട്ട് ഇടണ സ്ഥലത്ത് അവിടെ ഒരു ചേഞ്ച് വരുന്നുണ്ട്, ഒരു മാറ്റം വരുന്നുണ്ട്. ഞാൻ ഇവിടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് കാണുന്നത്. അപ്പോൾ ഫൈനലി ഏപ്രിൽ മാസമായിരിക്കും നിങ്ങൾക്ക് ആ പോസിറ്റീവ് ന്യൂസ് കിട്ടണ മാസം. എന്നുവെച്ചാൽ ഇവിടെ എന്തോ ഒരു കാര്യം മുമ്പേ നിങ്ങൾ എഫേർട്ട് ഇട്ട കാര്യം അതിൽ ഒരു പ്രോഗ്രസ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ ഒരു പോസിറ്റീവ് മൂവ്മെൻറ്റ് കാണുന്നുണ്ട്. ഇവിടെ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യണ കാര്യങ്ങൾ വരാൻ തുടങ്ങും ഏപ്രിൽ മാസത്തിൽ. പക്ഷേ ആദ്യം 8 of Cups ആണ് ഫ്യൂച്ചറിൽ. അപ്പോൾ ചില കേസസിൽ ഇവിടെ ഒരു ബ്രേക്കപ്പ് ഞാൻ കാണുന്നുണ്ട്. എന്നുവെച്ചാൽ 6 of Pentacles ഉണ്ടായാലും ഇതൊരു ഇംബാലൻസ് ആണ്. എന്ന് വെച്ചാൽ ഒരു പേഴ്സൺ ഇല്ലെങ്കിൽ ഒരു എക്സ്പെക്റ്റഡ് റിവാർഡ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, പക്ഷെ നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ചിട്ടല്ലാതെ. അപ്പോൾ ആദ്യം നിങ്ങളിവിടെ ഡിസപ്പോയിൻറ്റഡ് ആവണു. 8 of Cups ഇമോഷണൽ ഡിസ്റ്റൻസിൻ്റെ എനർജിയാണ്. ഹാങ്ഡ് മാൻ എന്നുവെച്ചാൽ ഒരു സിറ്റുവേഷൻ ആദ്യം സ്റ്റാഗ്നൻ്റ് ആയി പോയി, അതുകൊണ്ട് നിങ്ങൾ ഒരു പേഴ്സൺ ഇല്ലെങ്കിൽ ഒരു സിറ്റുവേഷനെ ലെറ്റ് ഗോ ചെയ്യണു. അപ്പോൾ ഇവിടെ ഒരു 3 of Cups ചില കേസസിൽ ഇത് ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം. നിങ്ങൾ ഏതോ ഒരു പേഴ്സൻ്റെ കൂടെ, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ വഴക്കുണ്ടായതുകൊണ്ട് അവിടെ നിങ്ങളൊരു കുറച്ചൊരു ഡിസ്റ്റൻസ് വെക്കണം. അതല്ല വെച്ചാൽ ഇവിടെ ഒരു ബ്രേക്കപ്പ് ഉണ്ടാവുന്നുണ്ട് ഒരു റിലേഷൻഷിപ്പിൽ. ജോലിയുടെ കാര്യത്തിലും എന്തെങ്കിലും നിങ്ങൾ ഹാപ്പി ആയിരുന്നില്ല, നിങ്ങൾക്ക് കിട്ടിയ റിവാർഡ് പ്രൊമോഷൻ നിങ്ങൾക്ക് ഇഷ്ടമായില്ല, ബോണസ് എക്സ്പെക്റ്റ് ചെയ്ത മാതിരി വന്നില്ല, അങ്ങനെയൊക്കെയാണ് വെച്ചാൽ നിങ്ങൾ ഒരു ഡിസിഷൻ എടുത്ത് ഈ റിലേഷൻഷിപ്പ് ഇല്ല വെച്ചാൽ ഈ ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്യണു. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഈ മാസം? സ്റ്റാർ. അപ്പോൾ നിങ്ങളുടെ ഞാൻ പറഞ്ഞ മാതിരി എന്തോ ഒരു പ്രെയർ, ഒരു വിഷ് ഉണ്ട്, പക്ഷേ അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച്. എന്ന് വെച്ചാൽ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യണ മാതിരി അല്ല ഇവിടെ ഔട്ട്കം ഉണ്ടാവണത്. പ്രതീക്ഷണ മാതിരി അല്ല, നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യണ മാതിരി അല്ല ഇവിടെ കാര്യങ്ങൾ ഉണ്ടാവണത്. 4 of Wands ഉണ്ട് ഇവിടെ. റിലേഷൻഷിപ്പാണ്. 10 of Swords ഒരു ബെട്രിയലാണ്. അപ്പോൾ നിങ്ങൾ എവിടെയോ ബെട്രീഡായി ഫീൽ ചെയ്യണു, നിങ്ങൾക്ക് ഒരു ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടാവുന്നുണ്ട് ഇവിടെ, നിങ്ങൾ ഹാപ്പി അല്ല, ഹീലിംഗ് എനർജിയും ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് അതിനെ ലെറ്റ് ഗോ ചെയ്യാനും പറ്റില്ല, ഒരു കാര്യത്തിന് വിട്ട് മൂവ് ഓൺ ചെയ്യാനും പറ്റില്ല. അപ്പോൾ കിങ് ഓഫ് സോഡ്സ് ആണ് നിങ്ങളുടെ അഡ്വൈസ്. യൂണിവേഴ്സ് ഇവിടെ പറയണത് എന്താ വെച്ചാൽ കുറച്ചുകൂടി ഒരു പ്രാക്ടിക്കൽ അപ്രോച്ച് വയ്ക്കുക, ഇമോഷണലി ഡിറ്റാച്ച് ചെയ്യുക. എന്നുവെച്ചാൽ ഇവിടെ ഒരു പ്രാക്ടിക്കൽ ഡിസിഷൻ, പ്രാക്ടിക്കലായിട്ട് എക്സ്പെക്റ്റേഷൻസ് വെക്കാനാണ് യൂണിവേഴ്സ് പറയണത്. ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് ഇവിടെ ഒരു പുതിയ ബിഗിനിങ് ഉണ്ടാവുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഇത് കുറേ ഒരു സ്റ്റേബിൾ ബിഗിനിങ് ആണ്. ഈ പുതിയ ബിഗിനിങ് ഉണ്ടായാലും നിങ്ങൾ ഇമോഷണലി പാസ്റ്റിനെ കുറിച്ചാണ് നിങ്ങളുടെ മനസ്സിലുള്ളത്. അപ്പോൾ ഈ പുതിയ ബിഗിനിങ് ഉണ്ടായിട്ടും നിങ്ങൾ ഹാപ്പി അല്ല. എന്നുവെച്ചാൽ നിങ്ങൾക്ക് ആ പാസ്റ്റിനെ കുറിച്ച് അതിനെ ലെറ്റ് ഗോ ചെയ്യാൻ പറ്റില്ല, മൂവ് ഓൺ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതാണ് യൂണിവേഴ്സ് പറയുന്നത്, നിങ്ങൾ ടോട്ടലി അതിന് ഡിറ്റാച്ച് ചെയ്തിട്ട് വേണം പുതിയ ബിഗിനിങ്ങിലേക്ക് പോകാൻ. അതല്ലച്ച് നിങ്ങൾക്ക് ആ പുതിയ ബിഗിനിങ്ങിലും നിങ്ങൾ ഹാപ്പി ആവില്ല. അപ്പോൾ അത് ലെറ്റ് ഗോ ചെയ്യുക. ഓക്കെ, ആ പാസ്റ്റിനെ. നിങ്ങളുടെ ഹിഡൻ ഫാക്ടറിൽ 3 of Swords ആണ്. അപ്പോൾ 3 of Swords ഒരു എൻഡിങ്, ബിട്രിയൽ, ബ്രേക്കപ്പ്, അതിൻ്റെയൊക്കെയാണ് എനർജി. അപ്പോൾ 3 of Swords ഇവിടെ ഉണ്ട്. ഇവിടെ ഒരു തേർഡ് പാർട്ടിയുടെ കാരണമായിരിക്കാം 3 of Swords. പക്ഷേ സണ്ണും ഉണ്ട്. സൺ ഹാപ്പിനെസ്സിൻ്റെ എനർജിയാണ്, അബണ്ടൻസിൻ്റെ എനർജിയാണ്. അപ്പോൾ 3 of Swords കഴിഞ്ഞിട്ട് ഉടനെ 10 of Pentaclesഉം ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങളുടെ ഏപ്രിൽ മാസം ഒരു മിക്സ്ഡ് മന്താണ്. കുറേ ഹാപ്പിനെസ്സും ഉണ്ട്, കുറേ സാഡ്നെസ്സും ഉണ്ട്, രണ്ടും ഉണ്ട്. പക്ഷേ അത് ഒരു ബാലൻസ് ചെയ്യണം. എന്നുവെച്ചാൽ കുറേ സാഡ്നെസ് കഴിഞ്ഞിട്ട് ഉടനെ ഒരു ഹാപ്പിനെസ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ കുറേ അബണ്ടൻസ് വരുന്നുണ്ട്, പൈസയുടെ കാര്യത്തിൽ കുറേ പൈസ വരുന്നുണ്ട്, സ്റ്റെബിലിറ്റി വരുന്നുണ്ട് റിലേഷൻഷിപ്പിൽ. അപ്പോൾ ഇതൊക്കെ ഉണ്ട്. പക്ഷേ അതിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇമോഷണലി ബാലൻസ് വയ്ക്കാൻ അറിയണം. ഔട്ട്കം നിങ്ങളുടെ ലവേഴ്സാണ്. അപ്പോൾ ലവേഴ്സ്, ജെമിനായി എനർജി. ഇവിടെ ഔട്ട്കം സോൾമേറ്റ് കണക്ഷനാണ് ഞാൻ കാണുന്നത്. ഈ ലവേഴ്സ് എന്താണ്? 4 of Cups, Knight of Wands. നിങ്ങളുടെ ലൈഫിൽ
ഈ ഫയർ സൈൻ ഞാൻ കാണുന്നു, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. ഇതൊരു കുറേ ഇൻ ആൻഡ് ഔട്ട് ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ്. അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും, പിന്നെ ഒരു മെസ്സേജ് ഇല്ല, ഒരു കോളില്ല, നിങ്ങൾക്ക് അറിയില്ല എന്തായി നടക്കണം ഈ പേഴ്സൻ്റെ ലൈഫിൽ. അപ്പോൾ ഇതിൻ്റെ കാരണം ഒരു ഡിസ്ഇൻട്രസ്റ്റഡ് എനർജിയിലാണ് നിങ്ങൾ. എന്നുവെച്ചാൽ ഇങ്ങനത്തെ ഒരു ഇൻ ആൻഡ് ഔട്ട് സിറ്റുവേഷനിലല്ല നിങ്ങൾക്ക്, അങ്ങനത്തെ റിലേഷൻഷിപ്പ് അല്ല നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങൾ ഒരു സ്റ്റെബിലിറ്റിയാണ് നോക്കുന്നത്. പക്ഷേ ആ സ്റ്റെബിലിറ്റി ഈ പേഴ്സൺ അല്ല, അവർക്ക് നിങ്ങൾക്ക് ആ സ്റ്റെബിലിറ്റി തരാൻ പറ്റില്ല. എന്നുവെച്ചാൽ ഈ റിലേഷൻഷിപ്പ് തന്നെ കുറേ ഇംബാലൻസ്ഡ് ആണ്. അപ്പോൾ അതന്നെ ആണ് ഇവിടെ യൂണിവേഴ്സ് പറയണത്, ഒരു ബാലൻസ് ക്രിയേറ്റ് ചെയ്യുക നിങ്ങളുടെ എക്സ്പെക്റ്റേഷനിൽ. ഇത് വർക്കൗട്ട് ചെയ്യണില്ലാന്ന് ആ തീരുമാനം നിങ്ങൾ എടുക്കണ്ട വെച്ചാൽ ഇതിന് വാക്ക് അവേ ചെയ്യുക. എന്നുവെച്ചാൽ ഇവിടെ ഒരു ഡിസിഷൻ നിങ്ങൾ എടുക്കാൻ പോകണ്ട ഈ മാസം. ആൻഡ് അത് ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് ഈ ഡിസിഷൻ എടുക്കുന്നത്. ആൻഡ് ഇവിടെ രണ്ടാൾക്കാരും ഉണ്ടാവും. ചിലപ്പോൾ വേറൊരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വന്നുകൊണ്ട് നിങ്ങൾ ഈ ഒരു പേഴ്സണെ വിട്ടിട്ട് മറ്റേ പേഴ്സൻ്റെ ലൈഫിലേക്ക് ഒരു റിലേഷൻഷിപ്പിലേക്ക് ആയിരിക്കും പൂണ്ടാവുക. പക്ഷേ അതുണ്ടായാലും നിങ്ങൾ പാസ്റ്റ് പേഴ്സണെയാണ് മിസ് ചെയ്യണത്. എന്നുവെച്ചാൽ എവിടെയോ നിങ്ങൾക്ക് ആ പേഴ്സണിൻ്റെ അടുത്തുനിന്ന് കംപ്ലീറ്റ്ലി ഡിറ്റാച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്താണ് ഇവിടെ നിങ്ങളുടെ മെസ്സേജ്, ഒറക്കിൾ മെസ്സേജ്? ഒറക്കിൾ മെസ്സേജ് എന്താ വെച്ചാൽ വിതിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ്. അപ്പോൾ ഈ മെസ്സേജ് ഇപ്പോഴായിരിക്കും നിങ്ങൾക്ക് കിട്ടണത്. പക്ഷേ ഇതൊക്കെ ഉണ്ടാവണത് കുറച്ച് മാസങ്ങളെടുക്കും. ഈ പുതിയ പേഴ്സൺ വരണതും നിങ്ങളുടെ ലൈഫിൽ നെക്സ്റ്റ് ഫ്യൂ മന്ത്സിലാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇത് വേഗം ഉണ്ടാവാൻ പോകേണ്ട ഇങ്ങനത്തെ ഒരു ഈ പേഴ്സൺ വരണത് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോകേണ്ട ഒരു കുറച്ച് മാസങ്ങൾ എടുക്കും. പക്ഷേ ഡെഫിനറ്റ്ലി ഇവർ വരും. ചൂസ് എ ന്യൂ ഡിറക്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ യൂണിവേഴ്സും നിങ്ങളോട് ഒരു പുതിയ ഡിറക്ഷനിലേക്ക് പോകാനാണ് പറയണത്. അപ്പോൾ നിങ്ങൾക്ക് ഈ പാസ്റ്റിനെ ലെറ്റ് ഗോ ചെയ്യാൻ പറ്റുന്നില്ല വെച്ചാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു കൺഫേംഡ് സൈനാണ്. അത് പാസ്റ്റിൽ ഇപ്പോൾ നിന്നിട്ട് കാര്യമില്ല, ആ എനർജി ഇപ്പോൾ കഴിഞ്ഞു, ഇപ്പോൾ പുതിയ ഡിറക്ഷനിലേക്ക് പോവുക. എന്നുവെച്ചാൽ അവിടെയാണ് നെക്സ്റ്റ് ഫ്യൂ മന്ത്സിൽ കുറച്ച് മാസങ്ങൾ ആവുമ്പോഴേക്കും ഈ പുതിയ ബിഗിനിങ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെഡി ആവുക മെൻ്റലി, എനർജറ്റിക്കലി. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിംഗ് വർഗോ. ഇത് നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്തു എന്ന് ഹോപ്പ് ചെയ്യണു. ആൻഡ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണം എന്നെ കോൺടാക്റ്റ് ചെയ്യുക. എൻ്റെ ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. ടേക്ക് കെയർ, ഓൾ ദ ബെസ്റ്റ്.